GK ക്വിസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നെല്ലിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം ഒറൈസ സട്ടൈവ. സ്മെല്ലിംഗ് സോൾട്ട് എന്നറിയപ്പെടുന്നത് എന്താണ്? ഉത്തരം അമോണിയം കാർബണേറ്റ്. വായുവിൽ ശബ്ദത്തിൻ്റെ വേഗത എത്രയാണ്? (340 മീറ്റർ/സെക്കൻഡ്). ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വിമാനത്താവളങ്ങൾ ഉള്ള രാജ്യം? ഉത്തരം ഇന്തോനേഷ്യ. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നദികൾ ഒഴുകുന്ന ജില്ല? ഉത്തരം കാസർഗോഡ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനപ്രദേശമുള്ള ജില്ല? ഉത്തരം ഇടുക്കി. ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലെ ആദ്യ രക്തസാക്ഷി? ഉത്തരം മംഗൽ പാണ്ഡെ. കൃഷിക്കും ഗ്രാമവികസനത്തിനുമായുമുള്ള ഇന്ത്യയിലെ ദേശീയ ബാങ്ക്? ഉത്തരം നബാർഡ്. കേരള നിയമസഭയിൽ ഏറ്റവും കൂടുതൽ കാലം അംഗമായ വ്യക്തി? ഉത്തരം KM മാണി. ജലത്തിൽ ഏറ്റവും അധികം ലയിക്കുന്ന വാതകം? ഉത്തരം അമോണിയ. പരാഗണത്തിന് മഴയെ ആശ്രയിക്കുന്ന സസ്യം ഏതാണ്? ഉത്തരം കുരുമുളക്. സ്വയംഭോഗം ചെയ്യുമ്പോൾ ഉപയോഗിക്കാൻ പാടില്ലാത്തത് എന്താണ്? ഉത്തരം തുപ്പൽ. സെക്സ് മടുക്കുന്നത് എങ്ങനെയുള്ള സന്ദർഭത്തിലാണ്? ഉത്തരം വായ്നാറ്റം. സെക്സിൻ്റെ സമയദൈർഘ്യം കൂട്ടാൻ സഹായിക്കുന്ന പാനീയം ഏതാണ്? ഉത്തരം ഗ്രീൻ ടീ. സ്ത്രീയെ ഏറ്റവും കൂടുതൽ തൃപ്തയാക്കുന്ന ലിംഗനീളം എത്രയാണ്? ഉത്തരം 3.5 ഇഞ്ച്. സ്ത്രീകൾ സെക്സിനു ശേഷം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്താണ്? ഉത്തരം കെട്ടിപ്പിടിക്കാൻ. സ്ത്രീകളിൽ ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാക്കുന്ന സെക്സ് രീതി ഏതാണ്? ഉത്തരം മലദ്വാരം. സ്ത്രീ യോനിയുടെ ഷേപ്പ് മനസ്സിലാക്കാൻ നോക്കേണ്ട ഭാഗം ഏതാണ്? ഉത്തരം ചുണ്ട്. പുരുഷന്മാരിലെ ബീജം കുറവിന് കഴിക്കേണ്ട ഫലപ്രദമായ പഴം ഏതാണ്? ഉത്തരം ഈന്തപ്പഴം. ഇഷ്ടിക കൊണ്ട് നിർമ്മിച്ച ലോകത്തിലെ ഏറ്റവും വലിയ മിനാരം ഏത്? ഉത്തരം കുത്തബ് മിനാർ. ശകവർഷത്തിലെ ആദ്യത്തെ മാസം ഏതാണ്? ഉത്തരം ചൈത്രം. വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്? ഉത്തരം 2005 ഒക്ടോബർ 12. ആരുടെ രചനയാണ് ശബ്ദിക്കുന്ന കലപ്പ?
ഉത്തരം പൊൻകുന്നം വർക്കി. ഹിരാക്കുഡ് അണക്കെട്ട് ഏത് നദിയിലാണ്? ഉത്തരം മഹാനദി. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ കേരളീയ വനിത ആര്? ഉത്തരം സിസ്റ്റർ അൽഫോൺസ. കേരള കലാമണ്ഡലം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം വള്ളത്തോൾ. ദേശീയ വനിതാ ദിനമായി ആചരിക്കുന്ന ഫെബ്രുവരി 13 ആരുടെ ജന്മദിനമാണ്? ഉത്തരം സരോജിനി നായിഡു. ഏറ്റവും കൂടുതൽ രാസാഗ്നികൾ പുറപ്പെടുവിക്കുന്ന മനുഷ്യ അവയവം ഏത്? ഉത്തരം കരൾ. പാൽ, മുട്ട എന്നിവയിൽ ഇല്ലാത്ത ജീവകം ഏത്? ഉത്തരം ജീവകം സി. തേയില ഉൽപാദനത്തിൽ ഒന്നാമതുള്ള ജില്ല? ഉത്തരം ഇടുക്കി. കയ്യൂർ സമരം നടന്ന വർഷം ഏതാണ്? ഉത്തരം 1941. ഗാന്ധിജി എത്ര തവണ കേരളം സന്ദർശിച്ചു? ഉത്തരം 5. ശരീരത്തിന്റെ താപനില നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ഉത്തരം ഹൈപ്പോതലാമസ്. വൃക്കയുടെ ശരാശരി ഭാരം എത്ര? ഉത്തരം 150 ഗ്രാം. ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ അതിർത്തിയുള്ള രാജ്യമേത്? ഉത്തരം ബംഗ്ലാദേശ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സ്ഥാപകൻ? ഉത്തരം യെഓ ഹ്യൂം. ഐസ് പ്ലാന്റുകളിൽ വ്യാപകമായി ഉപയോഗിക്കുന്ന വാതകം ഏത്? ഉത്തരം അമോണിയ. നൊബേൽ സമ്മാനം നേടിയ ആദ്യ ഭാരതീയൻ? ഉത്തരം രവീന്ദ്രനാഥ ടാഗോർ. അന്തരീക്ഷത്തിലെ ഈർപ്പം അളക്കാനുള്ള ഉപകരണം? ഉത്തരം ഹൈഗ്രോമീറ്റർ. മണിപ്പൂരിലെ ഉരുക്കു വനിത എന്നറിയപ്പെടുന്നത്? ഉത്തരം ഇറോം ശർമിള. 2 സംസ്ഥാനങ്ങൾ അതിരുകൾ ഉള്ള കേരളത്തിലെ ജില്ല? ഉത്തരം വയനാട്. നട്ടെല്ലിലുള്ള കശേരുക്കളുടെ എണ്ണം? ഉത്തരം 33. രക്തത്തെക്കുറിച്ചുള്ള പഠനശാഖ? ഉത്തരം ഹീമറ്റോളജി. സെക്സിന്റെ തുടക്കം എവിടെ നിന്നാകണമെന്നാണ് പറയപ്പെടുന്നത്? ഉത്തരം സ്തനം. പുന്നപ്ര വയലാർ സമരം നടന്ന വർഷം? ഉത്തരം 1946. കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് ഏത് സർവകലാശാലയാണ്? ഉത്തരം മദ്രാസ് സർവകലാശാല. കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം പണ്ഡിറ്റ് KP കറുപ്പൻ. ചട്ടമ്പി സ്വാമികളുടെ ജന്മസ്ഥലം ഏതാണ്? ഉത്തരം കണ്ണമ്മൂല. SNDPയുടെ ആദ്യ പ്രസിഡന്റ് ആരായിരുന്നു? ഉത്തരം കുമാരനാശാൻ. മനസ്സാണ് ദൈവം എന്ന് പ്രസ്താവിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആര്? ഉത്തരം ബ്രഹ്മാനന്ദ ശിവയോഗി. തിരുവിതാംകൂറിന്റെ ഝാൻസി റാണി എന്നറിയപ്പെട്ടത് ആരായിരുന്നു?
ഉത്തരം അക്കമ്മ ചെറിയാൻ. കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് ആരാണ്? ഉത്തരം CV കുഞ്ഞിരാമൻ. കേരള ഗാന്ധി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം കേളപ്പൻ. വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം? ഉത്തരം 1924. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ആരുടെ കൃതിയാണ്? ഉത്തരം ശ്രീനാരായണ ഗുരു. ഫ്രഞ്ച് വിപ്ലവത്തിലെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം റൂസോ. മേഘങ്ങളെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത്? ഉത്തരം നെഫോളജി. ഡൽഹി ഗാന്ധി എന്നറിയപ്പെടുന്ന കേരളീയൻ? ഉത്തരം C കൃഷ്ണൻ നായർ. ഇന്ത്യയിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഉത്തരം ശിവസമുദ്രം. തടവുകാർക്ക് നിർബന്ധിത വിദ്യാഭ്യാസം നടപ്പിലാക്കിയ സംസ്ഥാനം ഏതാണ്? ഉത്തരം പഞ്ചാബ്. താങ്ക്സ് ഫോർ വാച്ചിങ്.